പ്രപഞ്ചത്തോളം ഉയർന്നു നിൽക്കുന്ന ഭാരതീയ സങ്കല്പമാണ് ശിവസങ്കല്പം. അതിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ളൊരു ആവിഷ്കാരമാണ് ONV സാർ എഴുതിയിട്ടുള്ള പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട് എന്ന് തുടങ്ങുന്ന ഗാനം. കുമാരസംഭവം എന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാനം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ കുമാരസംഭവം അതൊരു ക്ലാസിക്കാണ്. അത് കാളിദാസൻ്റെ ആ കാവ്യം മലയാളത്തിൽ ഒരു ചലച്ചിത്ര രൂപാന്തരം വരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത കാലത്താണ് സുബ്രഹ്മണ്യ ആ സിനിമ നിർമ്മിച്ചത്. അപ്പം കൈലാസം എന്ന് പറയുന്ന അവിടെ പോയി ആരും ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെ പോകാൻ പോലും നമുക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടുമില്ല. സഞ്ചാരികൾ മാത്രമേ പോയിട്ടുള്ളൂ. ഒരു ചലച്ചിത്രം നിർമ്മിച്ചായിട്ടുള്ള അറിയില്ല. അപ്പോൾ നമ്മൾ കാളിദാസൻ്റെ കാവ്യകൽപ്പനകളിലുള്ള ആ ഹിമവാനെയാണ് ONV സാറ് അവതരിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ഗാനത്തിലൂടെ. അപ്പോൾ അത് ചിത്രീകരിക്കണ്ടേ, ഇത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ ഇതിനകത്ത് സമന്വയിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യം ഈ മരുത്വാമലയിൽ വെച്ചിട്ടാണ് ഈ കൈലാസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മഞ്ഞുമലകൾ വേണം. മഞ്ഞുമലകൾ ഉണ്ടാക്കാൻ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞുമലയായിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ ചെയ്തത് ഗംഗ എന്നൊരു ആർട്ട് ഡയറക്ടറുണ്ട്, തമിഴിലാണ് അദ്ദേഹം. അപ്പോൾ അവിടെ ഹോട്ട് ഐസ് എന്ന് പറയും, നമ്മൾ ഐസ് ഹോട്ടാകുന്നത്. അപ്പോൾ ഈ ഹോട്ട് ഐസ് കൊണ്ടുവന്ന് അത് പ്രത്യേക ഒരു കേസിലാണത് വരുന്നതൊക്കെ. ഇതിങ്ങനെ പാറപ്പുറത്ത് പതിപ്പിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് ഫ്യൂംസ് ഇങ്ങനെ വരും. അപ്പോൾ ഹിമവാൻ്റെ അവിടെ നിന്ന് മഞ്ഞിൽ നിന്നുണ്ടാകുന്ന ഫ്യൂംസ് പോലെയുള്ള ഫീൽ ചെയ്യും. അവിടെ ഇങ്ങനെ നാരദൻ നടന്നിങ്ങനെ പാടുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാങ്കേതിക തികവ് അന്ന് കാണിക്കുവാൻ അത് ചിലവുള്ള കാര്യമാണ്. ഇത് ചിലവാക്കി കഴിഞ്ഞാൽ ഈ സിനിമ ആളുകൾ കാണുമോ, അങ്ങനെയുള്ള ചിന്ത ഒരു സംവിധായകർ വേണം. അപ്പം അങ്ങനെയുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങളും അന്നത്തെ പരിമിതമായ സങ്കേതത്തിൽ നിന്ന് സുബ്രഹ്മണ്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടി തന്നുത്താളടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യം. 1969 മലയാളത്തിൽ സംസ്ഥാന അവാർഡ് നിലവിൽ വരുന്നത്. അന്ന് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് കുമാരസംഭവത്തിനാണ്. ഈ പാട്ട് കല്യാണി രാഗത്തിലാണ് ദേവരാജ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേട്ടാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാവും ഇത് യേശുദാസ് എന്ന മഹാഗായകന് വേണ്ടി മാത്രം പാടാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ദേവരാജ മാസ്റ്റർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥ തരംഗമുണർന്നു. ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥ തരംഗമുണർന്നു. പ്രപഞ്ച ദർശന മൂല്യങ്ങൾ തൻ പ്രപഞ്ച ദർശന മൂല്യങ്ങൾ തൻ പ്രഭാത ദീപമുണർന്നു ഉണർന്നു ഉണർന്നു. ഓ സത്യശിവ സൗന്ദര്യതൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യം. ഈ ഗാനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഈ ഗാനം ഇന്നും വളരെ റെലവൻ്റാണ്. പല ഗായകരും അവരുടെ ആദ്യ ഗാനമെന്നുള്ള ഗാനമേളയിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഗാനം കൂടിയാണ്. ദേവരാജ മാസ്റ്ററുടെ സംഗീതം പറയേണ്ടതില്ലല്ലോ, അതിനെങ്ങനെ വിവരിക്കണമെന്ന് വാക്കുകളില്ല. അതും പ്രപഞ്ചത്തോളം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സംഗീതാവിഷ്കാരമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആദിമഹസ്സു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു. ആദിമഹസ്സു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു. തപസമാതിദലങ്ങൾ വിടർന്നു തപസമാതിദലങ്ങൾ വിടർന്നു. പാണ്ഡവ കേളിയുണർന്നു
സത്യശിവ സൗന്ദര്യദൻ ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യം ശിവം സുന്ദരം